തിരിഞ്ഞാലും ആര്യയുടെ നല്ല നല്ല സുഹൃത്തുക്കളാണല്ലോ. എങ്ങനെ തിരിഞ്ഞാലും ഏട്ടൻ വലം വിരിയാതെ ഇങ്ങനെ കൂടെയുണ്ട്. ഇത് എപ്പോ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങളുടെ? ക്രീപ്രി ആയിട്ട് ആക്ച്വലി ക്രീപ്രി ഞാനായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹണിബി 2ന്റെ സെറ്റിലാണ് ശരിക്കും ക്ലോസ് ആവുന്നത്. അതിനു മുമ്പ് അറിയാം നമുക്ക്, സിൻസ് നമ്മൾ സെയിം ഇൻഡസ്ട്രിയിൽ വർക്ക്. പക്ഷെ ക്ലോസ് ആവുന്നത് ഹണിബി 2ന്റെ ലൊക്കേഷനിലാണ്. ഹണിബി 2ന്ന് എനിക്ക് കിട്ടിയ 2 വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒന്ന് കൃഷ്ണ, ഒന്ന് ഭാവന. ഇവരെ രണ്ടുപേരെ എനിക്ക് ഹണിബി 2 എന്നാണ് കിട്ടിയത്. അതില് കുറെ കൂടിയും ക്ലോസ് എന്ന് പറയുന്നത് പേഴ്സണലി കുറെ കൂടി കണക്റ്റഡ്, രണ്ടുപേരും കണക്റ്റഡ് ആണ് പേഴ്സണലി. പക്ഷെ കുറച്ചും കൂടി ഇന്റൻസ് റിലേഷൻഷിപ്പ് എനിക്ക് ക്രീപ്രി ആയിട്ടാണ്. അവളെ ക്രീപ്രി തന്നെയാണ് ഞാൻ വിളിക്കാൻ. അത് നല്ലൊരു പേര്, ക്രീപ്രി. അത് എനിക്ക് തോന്നുന്നത് ഭാവന ഇട്ട പേരാണെന്നാണ് എന്റെ വിശ്വാസം. അവളാണ് ക്രീപ്രി ക്രീപ്രിന്ന് സെറ്റിൽ വിളിച്ചു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ എല്ലാരും അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഓ, അങ്ങനെയാണ് ക്രീപ്രി ആയത്. കാണുമ്പോ വിളിക്കാലോ ക്രീപ്രി എന്ന് വിളിച്ചാൽ മതി, വിളി കേട്ടോളും. അങ്ങനെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ അത് ഭയങ്കര ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നമ്മൾ ഇത്രയും ക്ലോസ് ആവും എന്നുള്ളത്. ഓക്കെ. ഇപ്പൊ ഈ ക്രീപ്രിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതേപോലെ ഞാൻ ലൈഫില് ആര്യയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു 6 പേരുടെ പേര് പറയാം. അവരുടെ പേര് മാത്രം കേൾക്കുമ്പോൾ അവർക്കൊരു ടൈറ്റിൽ കൊടുക്കണം ആര്യ. അവർക്ക് പറ്റിയ എന്താണ്? കൃഷ്ണപ്രിയയുടെ പേര് പറയുമ്പോൾ കൃഷ്ണപ്രിയക്ക് ഏറ്റവും പറ്റിയ എന്താണ് ഒരു ടൈറ്റിൽ കൊടുക്കുക? കൃഷ്ണപ്രഭ. ഓക്കെ, അതിൽ എന്ത് ടൈറ്റിലാ കൊടുക്കാന്നുള്ള പോലത്തെ ഞാനിപ്പോ ഒരു 6 പേരുടെ പേര് പറയാം. പെട്ടെന്ന് അവരാരാണ്, അവർക്കുള്ള ടൈറ്റിൽ പറഞ്ഞോളാം. ഓക്കെ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ആരാന്ന് ഞാൻ പ്രത്യേകം പറയണ്ട. റോയ. ഓ, ലൈഫ് ലൈൻ. സ്വന്തം മോള്. അതെ, ലൈഫ് ലൈൻ. അതെ. വീണ നായർ. വീണ നായർ ഇസ് എ ഗുഡ് ഫ്രണ്ട്. പിന്നെ അശ്വതി ശ്രീകാന്ത്. അശ്വതി ചേച്ചി is what do we say, she is an inspiration. Okay. അനൂപ് കൃഷ്ണൻ. അനൂപ് കൃഷ്ണൻ മുത്തുമണി. മുകേഷ് ആക്ടർ മുകേഷ് ഏട്ടൻ എന്താ പറയാ, I don't know how to put it into words. He has been one of the nicest human being I have ever met. ആണല്ലേ? Yes. Okay. രമേഷ് പിഷാരടി. Ramesh Pisharadi is my forever the best online husband on screen husband ever. ഓക്കെ, അങ്ങനെ നമ്മൾ അവരെല്ലാവർക്കും ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മളിങ്ങനെ പലരുടെയും വീഡിയോ ബൈറ്റും ഇപ്പൊ ഓഡിയോ ഒക്കെ ആര്യ കണ്ടല്ലോ. നമ്മളിവിടെ പലരും വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരാളെയും ഇതേപോലെ തന്നെ അപ്രോച്ച് ചെയ്തു. അത് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിൽ അവൾക്ക് സർപ്രൈസ് ആവില്ല. ഭയങ്കര ഇതായിട്ട് പറയായിരുന്നു. ഞാൻ ഒരു രീതിയിൽ അവൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ അവർക്കൊരു സർപ്രൈസ് വരില്ല എന്ന് ഷി വാസ് കെപ്റ്റ് ഓൺ ടെല്ലിങ് ആ ഒരു സംഭവം. ഞാൻ ആ വീഡിയോ ഇടാം, നോക്കൂ കേട്ടോ ആരുടെയാന്ന്. സാൻഡ്ര. ഹലോ ആര്യ ചേച്ചി. I'm pretty sure you're not surprised. ആര്യ ചേച്ചിയുടെ മൈൻഡ് വോയിസ് ആണ് ഞാൻ പറഞ്ഞത്. ആര്യ ചേച്ചി മൈൻഡ് ബി തിങ്കിങ്, ഓ ദൈവമേ ഇവിടെയും വന്നു. എനിവേ, ഇറ്റ്സ് സോ ഹാപ്പി ടു സീ യു ദേർ. എന്നോട് പറഞ്ഞു ആര്യ ചേച്ചിനോടൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫണി ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, സിൻസ് വി ഓൾ നോ ദാറ്റ് യു ആർ എ ബ്രില്യൻറ്റ് പേഴ്സൺ, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ ഐ എം ഗോൺ ആസ്ക് യു സംതിങ് എൽസ്. ഗോൺ ആസ്ക് യു, നമ്മുടെ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 4 years ആവാൻ പോകുന്നു. സോ കുറേ ആൾക്കാരൊക്കെ നമ്മളെയൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. സോ ഐ റിയലി വാണ്ട് ടു ടെൽ സംതിങ്, ലൈക്ക് ഒരു ഇൻസിഡൻറ്റ്, ഒരു സിറ്റുവേഷൻ, സംതിങ് ലൈക്ക് യു സ്റ്റിൽ റിമെമ്പർ, ഇപ്പോഴും ഓർത്തുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഐ നോ എല്ലാം നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നുന്നത്, ബട്ട് സ്റ്റിൽ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് which is still striking you. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ would you mind sharing with us? സാൻഡ്രനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റിയ ആക്ച്വലി ഫണ്ണി ഇൻസിഡൻസ് കുറേ ഉണ്ട്. എന്നാലും there was this thing, അതെനിക്ക് തോന്നുന്നു ടെലികാസ്റ്റ് വന്ന സാധനമാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര എപ്പോഴും ഓർമ്മയിൽ നിൽക്കുക. അതായത് ഞങ്ങളുടെ ഓഫ് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആണോ മൺഡേ ആണോ? ഫ്രൈഡേ ആണ്.
ഫ്രൈഡേ ഞങ്ങൾക്ക് പണിയില്ല, ഫ്രൈഡേ ഇസ് എ ഹോളിഡേ ഞങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത്. അപ്പൊ ഫ്രൈഡേ നമുക്ക് ടാസ്ക് ഒന്നും അങ്ങനെ വരാറില്ല, ഈ പറഞ്ഞ പോലെ വേറെ മീറ്റിംഗ്സോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പൊ ഞങ്ങളുടെ തുണിയലക്കൽ പരിപാടി, വേറെ എന്തെങ്കിലുമൊക്കെ റീസെറ്റിംഗ് പരിപാടി, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ പൊതുവേ ഞങ്ങൾ റിലാക്സ് ചെയ്യുന്ന ദിവസം, ബാക്കി ദിവസം ഫുൾ പട്ടിപ്പണിയാണ്. ഓക്കെ. അപ്പൊ ഈ ഫ്രൈഡേ റിലാക്സ്. അപ്പം നമുക്ക് ഹൗസ് റൂൾ ഉണ്ടല്ലോ, ഉറങ്ങാൻ പാടില്ല, ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല. അത് ടോട്ടലി അഗേൻസ്റ്റ് റൂൾ. ഉറങ്ങിക്കഴിഞ്ഞാൽ പോയിന്റ്സ് പോകും, ലക്ഷറി പോയിന്റ്സ് കട്ട് ചെയ്യും, അത് നമുക്ക് ഫുഡിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഞങ്ങള് ഒരു ഫ്രൈഡേ ഇതുപോലെ ഫുൾ എല്ലാരും രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഏതാണ്ട് പകുതി സീസൺ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം വീട് നിറയെ ആൾക്കാരൊന്നും ഇല്ല, ഞങ്ങള് കുറെ പേര്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായത്, ഞങ്ങൾക്ക് ഒരു കണ്ണിന്റെ ഇൻഫെക്ഷൻ വീട്ടിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് കുറെ പേരെ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പൊ എപ്പോഴും വീട്ടിലെ ആളെണ്ണം പൊതുവെ കുറച്ച് കുറവായിരുന്നു. യൂഷ്വലി നമ്മളൊരു ബിഗ് ബോസ് വീട്ടിലുള്ള പോലത്തെ ആൾക്കാർ ബഹളമൊന്നും ഇല്ല. അപ്പൊ കുറച്ചൊരു ശ്മശാന മൂകതയിൽ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പം സാധാരണ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ ഈ എന്താ വെച്ചാൽ വെടി വെക്കും, വെടിയുടെ സൗണ്ട് വരും, അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്ന സൗണ്ട്. ഇത് രണ്ടുമാണ് ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനുള്ള അലാം. ഇത് പതിവിൽ വിപരീതമായി ഞങ്ങൾ കുറെ പേര്, ഞങ്ങളെല്ലാരും, എനിക്ക് തോന്നുന്നു സാൻഡ്രയും ഞാനും ഒക്കെ അന്ന് ഗാർഡനിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഗാർഡനിൽ ഇരിപ്പുണ്ട്. അപ്പം പെട്ടെന്ന് ഒരു സൗണ്ട് വരുന്നു സ്പീക്കറിൽ, അലാം സ്പീക്കറിൽ ഒരു സൗണ്ട് വരുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത സൗണ്ട്. സോ ഞങ്ങൾ പാനിക്കായി. എന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സൗണ്ടാണ് ഈ സൗണ്ട്. ലിറ്ററലി ഒരു മെഷീൻ ഓടുന്ന സൗണ്ട്, ഒരു ഇപ്പൊ ജനറേറ്റർ ഇടുവോ അല്ലെങ്കിൽ ഒരു മോട്ടർ അടിക്കുന്ന സൗണ്ട്, ഈ അങ്ങനത്തെ ഒരു അലമ്പ് ഒരു സൗണ്ട്. എന്നുവെച്ചാൽ അതിനൊരു പേസും ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുന്നു താഴുന്നു പൊങ്ങുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എന്നിട്ട് തപ്പുവാണ് വീട് ഫുള്ള്. ഞങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് എന്താണ്. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ, എന്തെങ്കിലും ഫയർ അലാം ആണോ, എന്താ സംഭവം എന്ന് അറിയാം. ഈ സേഫ്റ്റി മെഷേഴ്സ്, സെക്യൂരിറ്റി ഇതൊക്കെ ഇതിനകത്തുണ്ട് ഈ വീട്ടിനകത്ത്. എന്താന്നറിയില്ല. എല്ലാരും പാനിക്കായി ഓടി നടക്കുന്നു. ഞങ്ങള് തപ്പുക, വീട് മുഴുവനും തപ്പി അവസാനം ബെഡ്റൂമിൽ എത്തിയപ്പം ബെഡ്റൂമിൽ എന്തോ ഈ സൗണ്ടിനോട് വളരെ സാമ്യമുള്ള ഒരു സൗണ്ട് ബെഡ്റൂമിൽ നിന്ന് വരുന്നു. ആരുടെയായിരുന്നു? ഞങ്ങൾ നോക്കുമ്പം വീണ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീണയുടെ അടുത്ത് ആരോ, എനിക്ക് അത് ആരാന്ന്, ഇവളാണോ സാൻഡ്രയാണോ രേഷ്മയാണോ പിള്ളേരാരോ ആണ്, എലീനയാണോ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ആരോ അല്ല, മറ്റേ ജസ്ല, അയ്യോ എന്തായിരുന്നു പുള്ളിക്കാരത്തിയുടെ പേര്, ജസ്ല, പേര് വരെ മറന്നേ. ജസ്ല കിടക്കുന്നുണ്ട്. ജസ്ലക്ക് അപ്പൊ വയ്യാണ്ട് എന്തോ ഇരിക്കുക. അപ്പൊ വീണ ഉറക്കാൻ പോയതാ ജസ്ലേനെ. അപ്പൊ ഫ്രൈഡേ ആ വയ്യാത്ത ആൾക്കാർ ഉറങ്ങിയ പൊതുവെ അലാ അടിക്കില്ല. അപ്പൊ വീണ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ വീണയുടെ മൈക്ക്, ഞങ്ങൾ എല്ലാരും 24/7 മൈക്ക് ഇവിടെ കിടക്കുക. അപ്പം ഈ സാധനം ഹൈ വോളിയത്തില് പുള്ളി അവിടെ സ്പീക്കറിൽ പ്ലേ ചെയ്തതാണ്. ഞങ്ങള് പക്ഷെ മനസ്സിലാവുന്നില്ല, ഇവരിത് അറിയുന്നുമില്ല. എന്ന് വെച്ചാ അദ്ദേഹം വളരെ ബിഗ് ബോസ് നമ്മളെക്കാളും നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറ. പുള്ളി ഇൻഡോർ സ്പീക്കേഴ്സ് ഓഫ് ചെയ്തു. എല്ലാരും ഗാർഡനിൽ ഇരിക്കുന്നുണ്ട്, ഗാർഡൻ സ്പീക്കർ മാത്രം ഓൺ ചെയ്തു. അപ്പൊ എന്താ ഇവരറിയുന്നില്ല, ഇവരുടെ കൂർക്കമ്പലി ഇവിടെ ഞങ്ങള് ഹൈ വോൾട്ടേജിൽ കേട്ടോണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാരും ചുറ്റും നിന്ന് ഇത് കണ്ടോണ്ടിരിക്കുക. പെട്ടെന്ന് വീണ എണീച്ചിട്ട് അതെ കൊച്ചിന് വയ്യാത്തോണ്ട് അത് ഭയങ്കര, എന്ന് വെച്ചാ ഇപ്പൊ പറയുമ്പോ ചിലപ്പോ അത് ഭയങ്കര നമുക്ക് ചിരിയൊന്നും വരില്ല. പക്ഷെ ആ സമയത്തുണ്ടല്ലോ ഞങ്ങളിത് ഫുള്ള് തപ്പിക്കൊണ്ടിരിക്കുക. ഇത് എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നു, ഇത് എന്താണ് ഈ സൗണ്ട്, അലാമാണോ, എന്താ നമ്മളെന്താ ചെയ്യേണ്ടത്, ഗേറ്റ് ഇപ്പൊ തുറക്കുവോ, പുറത്ത് ആരെങ്കിലും വരുന്നു. ഞങ്ങള് വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു വൈൽഡ് കാർഡ് എൻട്രി വരുന്നതിന് മുമ്പുള്ള അലാമിങ് ആയിരിക്കും ഇതൊക്കെയാണ്. ഇത് ഇവിടെ നിന്ന് മോട്ടർ വരുന്നതാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നീട് അത് കുറെ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടുള്ള ഒരു രഹസ്യം ആണ്. ഓക്കെ.